നല്ല പനങ്കുല പോലത്തുള്ള മുടിയല്ലായിരുന്നെങ്കിലും അത്യാവശ്യം ഭംഗിയുള്ള മുടിയും നല്ല നീളവും ഉള്ളും കരുത്തുമുള്ള മുടിയായിരുന്നു. എൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് അതൊക്കെ പോയത്. അതൊക്കെ പോട്ടെ, ഞാനത് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് പുതിയൊരു വ്ളോഗിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നല്ല ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട് ലോങ് വീഡിയോ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇച്ചിരി ലോങ് ആയിട്ട് തന്നെ വീഡിയോ എടുത്തേക്കാണ്. ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല. പാർത്തമോൻ സ്കൂളിൽ പോകണ്ടാത്തതുകൊണ്ട് തന്നെ കുറച്ച് മടിയൊക്കെയാണല്ലോ രാവിലെയൊക്കെ എണീക്കാനായിട്ട്. പിന്നെ അവന് ബ്രെഡ് മതിയെന്ന് പറഞ്ഞായിരുന്നു. അത് തന്നെ നെയ്ക്കകത്തൊന്ന് ടോസ്റ്റ് ചെയ്ത് അവനങ്ങനെ മതിയെന്ന് പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മുട്ട, ഇത് രണ്ടാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചതിന് ശേഷം പിന്നെ ക്ലീനിങ് പരിപാടിയാണ്. ഇന്ന് ഫുള്ള് ക്ലീനിങ്, അച്ചാണം പുച്ചാണം ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ചെയ്തിട്ടും തീരാത്ത രീതിയിലുള്ള ക്ലീനിങ് തന്നെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അടുക്കളയിലെ അടുപ്പിൻ്റെ അടുത്ത് തന്നെ തുടങ്ങാമെന്ന് കരുതി. കാരണം അടുപ്പ് വൃത്തിയാക്കിയിട്ട് വേണമല്ലോ ബാക്കിയുള്ള പരിപാടികൾ. അടുക്കളക്കോലായിലെ ദൈവങ്ങൾ 3 ദൈവങ്ങളെന്നല്ലേ പറയുന്നത്. അപ്പം അവരെ നമുക്ക് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാമെന്ന് കരുതി. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിരിക്കാതെ ഞാനിവിടെ കഴുകുമെന്ന് പറഞ്ഞാൽ നനഞ്ഞ തുണിയിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് ആ കരിയൊക്കെ ചെയ്ത് കളയുന്നതാണ്. അപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ, വീട്ടിലൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ പെൻഡിങ് ആയിട്ട് കിടക്കുമായിരുന്നു. പിന്നെ വേറെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ പൊടിയടിച്ച് മണ്ണ് കയറിയൊക്കെ കിടക്കുകയാണ്. നമ്മളുടെ കൈ എത്താത്തത് കൊണ്ട് തന്നെയാണ് അതങ്ങനെ കോലം കെട്ട് കിടക്കുന്നത്. പിന്നെ ഒരുവിധം എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അടുക്കളയുടെ ആ അടുപ്പിൻ്റെ ഭാഗമെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ 1, 2, 3, 4 പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതും കൂടെ കഴുകി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഇന്ന് പിന്നെ ഞാനിങ്ങനെ പാചകത്തിൻ്റെയോ അല്ലെങ്കിൽ വിഭവങ്ങളുടെയോ ഒന്നും കാണിക്കുന്നില്ല. കാരണം എന്നും ഇതൊക്കെ തന്നെ ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബോറിങ് ആവണ്ട എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ഒന്നും വെച്ചതൊന്നും കാണിക്കാത്തത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് തുണിയൊക്കെ കഴുകിയിട്ടിട്ട് തന്നെ ഇനി അകത്തേക്ക് കയറാം എന്ന് കരുതി. പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുള്ളൂ. ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്കും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ കപ്പാസിറ്റിയുടെ അനുസരിച്ചല്ലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതും മറ്റ് എഡിറ്റിംഗ് ആപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഈ ഫോണിൽ തന്നെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്യാമറയിലൊന്നും അല്ലല്ലോ വീഡിയോ പിടിക്കുന്നത്. പിന്നെ നമ്മൾ ലാപ്പിലല്ല എഡിറ്റ് ചെയ്യുന്നത്. ലാപ്പ് ഉണ്ടെങ്കിലും എനിക്ക് ലാപ്പിലല്ല ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് അങ്ങോട്ട് പരിജ്ഞാനം പോരാ ലാപ്പിൽ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് മാത്രം അതിൻ്റെ ഫോണിൽ ഒന്ന് ഒരു പരിധി ഉണ്ടല്ലോ, അതിൻ്റെ പരിധിക്കനുസരിച്ച് മാത്രമേ ഞാനിങ്ങനെ ലോങ് ആക്കിയിട്ടുള്ളൂ. അപ്പം നമുക്ക് പിന്നെ കുറച്ച് നാൾ കഴിയട്ടെ, നല്ല വലിയ ലോങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും പറയും, രേഷ്മേ ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കുറയ്ക്കുമെന്ന് പിന്നെ ആരും പരാതി പറയരുത്. ഇപ്പം നമുക്ക് ഈ ഇത്രയും വലിപ്പമേ ഉള്ളൂ നമ്മുടെ വീഡിയോയ്ക്ക്. അത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം പറഞ്ഞിരിക്കാതെ നമ്മുടെ തുണി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ അത് പോരാഞ്ഞിട്ട് പിന്നെ എനിക്ക് പുറമൊക്കെ വയ്യാതൊക്കെ ഇരിക്കാതുകൊണ്ട് തന്നെ കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ കഴുകാതെ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് അങ്ങനെ തുണി കഴുകൽ മാമാങ്കത്തിൻ്റെ അംഗം കഴിഞ്ഞിട്ടില്ല ഗൈസ്. അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനി ഒരിക്കലും തീരത്തില്ലെന്ന് തോന്നുന്നു. അത് കൊണ്ട് കഴുകുന്നു, പെൻഡിങ് ആവുന്നു, പിന്നെയും കഴുകുന്നു, പെൻഡിങ് ആവുന്നു. അങ്ങനെയുള്ള ഒരു രീതിയെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിലൊന്നും അധികം ഇല്ലായിരുന്നു. ഇന്നൊരു മൂടി കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു. എങ്കിലും ഞാൻ തുണിയൊക്കെ അങ്ങ് കഴുകിയിട്ടാണ്. ഇത് രാവിലെയാണ് കേട്ടോ, ഒരുപാട് ഉച്ചയൊന്നും ആയില്ല. പക്ഷേ എന്നാലും ഇവിടെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നല്ല വെയിൽ വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ പിന്നെ തുണി നൂത്തിടക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി വന്നിട്ടുണ്ട്. പിന്നെ അകത്തത്തെ ഇന്നത്തെ ക്ലീനിങ് ഇതാണ്. ഇവിടെ ഫുള്ള് അലങ്കോലമായിട്ട് കിടക്കുക. ഈ ഉറുമ്പുകളെല്ലാം കൂടെ മണ്ണ് വലിച്ച് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നാൾ 1-2 ആഴ്ച കൂടുതലായി ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് വൃത്തിയാക്കിയിട്ടും തൂത്തിട്ടും തുടച്ചിട്ടും ഒക്കെ. സാധാരണ നമ്മളവിടെ അടുക്കളയെല്ലാം അല്ലാതെ തൂത്ത് തുടച്ചൊക്കെ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കൈ കടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും നല്ല പണിയുണ്ടായിരുന്നു. തൂക്കുന്നതിൻ്റെ പൊടികളൊക്കെ അടിഞ്ഞിട്ട് നല്ല രീതിയിൽ അഴുക്കായി കിടക്കുമായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ഞാൻ 2 സെക്ഷനായിട്ടാണ് കുറച്ച് പാത്രങ്ങളൊക്കെ പറക്കി മാറ്റിയതിന് ശേഷമാണ് ഞാൻ അവിടെ തുടയ്ക്കാനായിട്ടിരുന്നത്. ഞാനിങ്ങനെ ചമ്പനം പടഞ്ഞങ്ങ് ഇരുന്നു കേട്ടോ. എനിക്കല്ലാതെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലാതെ ചമ്പനം പടഞ്ഞിരുന്നു. പിന്നെ പാത്രമെല്ലാം പറക്കി നമ്മുടെ വട്ടം വയ്ക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ തിരിച്ചെടുത്ത് വെക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും അല്ല, അധികം ദൂരമൊന്നും ആയിരിക്കത്തില്ലല്ലോ.
അങ്ങനെ എല്ലാം കുറേശ്ശെ കുറേശ്ശെ പറക്കി ഇറക്കുകയാണ് കേട്ടോ. ഭയങ്കര പാടായിരുന്നു. ഇച്ചിരി കാണുമ്പോൾ ഇച്ചിരിയേ ഉള്ളെങ്കിലും പക്ഷേ ഞാനിത് തുടപ്പും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കുഴഞ്ഞെന്ന് തന്നെ പറയാം കേട്ടോ. എന്തായാലും പിന്നെ ആദ്യം തന്നെ അവിടെ കുറേ ഇഷ്ടംപോലെ ഉറുമ്പ് മണ്ണ് വലിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ നമ്മൾ എന്താണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും അലങ്കോലം ആവുമെന്ന് പറയുന്നത് ഇത് സത്യമായിട്ടുള്ള കാര്യം തന്നെ. നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടിപ്പോയ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അത്രയേ ഉള്ളായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ വയ്യാതെയും കൂടെയൊക്കെ പുറം വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്കങ്ങോട്ട് തൂക്കാനും തുടയ്ക്കാനും ഉള്ളിലേക്ക് കയറി അങ്ങനെ തുടയ്ക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഉറുമ്പ് കൂട് വെക്കാനാണോ എന്തോ മണ്ണൊക്കെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഭയങ്കര വൃത്തികേടായി കിടക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ഒരുവിധം ഞാനവിടെ വെള്ളം ഒക്കെ തൊട്ട് തുടച്ച് പിന്നെ എന്നിട്ട് അത് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചിട്ട് പിന്നെ നമുക്ക് ഈ പാത്രങ്ങളെല്ലാം നന്നായിട്ട് പറക്കി കറക്റ്റായിട്ട് തന്നെ അടുക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മറ്റേ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, കബോർഡ് കാര്യങ്ങളൊന്നും താഴെ നമ്മളങ്ങനെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ആരെങ്കിലും ഒരാൾ വന്നാൽ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് കയറി ഒന്ന് കുറച്ച് വൃത്തിയായിട്ടൊക്കെ ഇരിക്കണ്ടേ. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. അപ്പം അതിൻ്റെ അങ്ങനെ തന്നെ വെക്കാമെന്ന് കരുതിയാണ് അടുക്കി പറക്കി വെക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ. എനിക്കെല്ലാം ഇങ്ങനെ അടുക്കി പറക്കി വെക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴും ഇങ്ങനെ പറക്കി പേണി അടുക്കി പറക്കി തൂത്തുവാരി എപ്പോഴും ഇങ്ങനെ. ഇതിപ്പോൾ ഇനി ഒരാഴ്ച കഴിയണ്ട. അതിന് മുമ്പായിട്ട് തന്നെ ഇത് വീണ്ടും വലിച്ചിളക്കിയിട്ട് വീണ്ടും തുടയ്ക്കുക, അടുക്കി വെക്കുക, ഇതൊക്കെ തന്നെയാണ് പരിപാടി. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലെ മാത്രമാണ് ഞാനിങ്ങനെ പറക്കി ഒതുക്കിയത്. ഇനി ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ ഉണ്ട്. ശരിക്കും മണ്ണും പൊടിയും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. നമ്മൾ സ്ഥിരം തൂത്ത് പോകുന്നതിൻ്റെ പൊടികൾ അവിടെ തന്നെ കയറി അടിഞ്ഞിങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ അത് ഊടാഞ്ഞിട്ട് കുറേ ഉറുമ്പുകൾ വന്നിട്ടില്ല. ഉറുമ്പുകൾ മണ്ണ് വലിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ബോറായിട്ട് കിടക്കുമായിരുന്നു. അന്നേരം പിന്നെ എന്തായാലും ഒരു വശത്തെ പരിപാടീസ് കഴിഞ്ഞ് എനിക്കിങ്ങനെ കുന്തിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നല്ലേ. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടോടോ. വണ്ണം വെച്ച് ഞാൻ പണ്ടത്തേനേക്കാളും ഒന്നും കൂടി എനിക്ക് നന്നായിട്ട് വണ്ണം വെച്ചപ്പം എനിക്കിങ്ങനെ കുന്തിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം നല്ല രീതിയിൽ വണ്ണമുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഞാനിങ്ങനെ ഇതെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങളുടെ പുളിയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ മറ്റേ പിഴുപുളി മരമുണ്ട്. അത് ഞങ്ങളിങ്ങനെ കച്ചവടം ചെയ്യുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇല്ല, അച്ഛൻ മരിച്ചതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കച്ചവടമായിട്ടൊന്നുമില്ല. അച്ഛനായിരുന്നു അതിൻ്റെ മെയിൻ ആൾ. പുളി ഉലത്തക്കവും അതിൻ്റെ തോടിളക്കി അരി കുത്തി അത് ഉപ്പൊക്കെ ഇട്ട് ഞെവിടി അങ്ങനെ കടയിൽ കൊണ്ടുപോയി ഓരോ കിലോ 2 കിലോ വെച്ച് ഇങ്ങനെ തൂക്കി ഇങ്ങനെ വെച്ചേക്കും. അത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകും. അപ്പം എന്താണ് കടയിൽ എല്ലാം വെളിയിലൊക്കെ കിട്ടുന്നതിനേക്കാളും കുറച്ച് പൈസ കുറച്ചായിരിക്കും നമ്മളിവിടെ ഇങ്ങനെ വിൽക്കുന്നത്. പക്ഷെ നല്ല സൂപ്പർ പുളിയായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ ആരും പുളിമരത്തിലൊന്നും കയറാനൊന്നും ഇല്ല, അതിൻ്റെ പിറകിലിരിക്കാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം അങ്ങനെ ഇല്ല. അത്യാവശ്യം കൊഴിഞ്ഞു വീഴുന്ന പുളികൾ മാത്രം എടുത്തിട്ട് അതിൻ്റെ തോടെടുത്തിട്ട് അരിയൊക്കെ കുത്തിയിട്ട് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ചേക്കുക. അങ്ങനെ ഇപ്പോൾ പുറത്താർക്കും കൊടുക്കാനും ഒന്നുമില്ല കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടായിരുന്നു പുളിയുടെ. പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കാര്യങ്ങൾ മാറി പോകുന്നു. അങ്ങനെ എന്തായാലും എൻ്റെ ആ 2 സൈഡിലത്തെയും തൂപ്പും തുടപ്പും വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണേ ഫൈനൽ ലുക്ക്. നമ്മൾ കാണുന്ന കണക്കൊന്നും അല്ലായിരുന്നു. ഇത് ഇച്ചിരിയേ ഉള്ളെങ്കിലും നല്ല പണിയുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളത്തെ പൊടികളും കാര്യങ്ങളും എല്ലാം കുറേ നാളത്തെ ഒരാഴ്ചത്തെ കൂടുതലുള്ള പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല പണിയുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ അവിടുത്തെ തുടപ്പും അടുക്കിപ്പുറക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കാണെങ്കിൽ പെരയ്ക്കകം എല്ലാം തൂത്തുവാരി അവിടെ എല്ലാം റൂമെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തുടയ്ക്കണമെന്നും പറഞ്ഞൊക്കെ ഇരുന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ അടുക്കള തന്നെ തുടച്ചിറങ്ങാം. അടുക്കള കുഞ്ഞിതല്ലേ, അപ്പോൾ അവിടെ തുടച്ചിട്ട് ബാക്കിയുള്ളവരും തുടയ്ക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടും തുടപ്പിൻ്റെ പരിപാടി തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ എന്തോ ചെയ്യാനാണ് ഈ അതായത് തുടയ്ക്കുന്ന ആ സുന എനിക്ക് പണി തന്നു കണ്ടോ. അത് ഊരിപ്പോയി, ലൂസായിരുന്നു തോന്നുന്നു. പിന്നെ ഞാനത് വീണ്ടും അത് പിരിയിട്ടിങ്ങനെ മുറുക്കി വെക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ മുറുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തുടയ്ക്കാം. 2-3 ട്രിപ്പ് തുടച്ചെങ്കിലല്ലേ എല്ലാ അഴുക്കും പൊടിയും ചെളിയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് വീണ്ടും തുടച്ചുകൊണ്ടിരിക്കാനുണ്ട്. വീണ്ടും അത് ഊരിപ്പോയി. എനിക്ക് മുട്ടം പണി കിട്ടിയത്. പിന്നെ ഞാൻ കരുതി എന്നാൽ ഈ ഒന്നാമതെ പുറം വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളയിടം തുടയ്ക്കുന്നത് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇതിൻ്റെ ഫൈനലായിട്ട് ഞാനിങ്ങനെ പിന്നെ തുണിയെടുത്ത് ഇങ്ങനെ ചവിട്ടി തുടച്ചത്. കാരണം എനിക്ക് കുനിഞ്ഞിരുന്ന് തുടയ്ക്കാൻ വയ്യായിരുന്നു, പുറം വേദനയായിരുന്നു. അവിടെ ഒരു പച്ച കവറിനകത്ത് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിതകർമ്മം ചേച്ചിമാർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് ശേഖരിച്ച് വെച്ചേക്കുന്നത്. അടുത്ത അയ്യത്തൊന്നും കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഹരിതകർമ്മക്കാർക്ക് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ആ പച്ച കവറിനകത്തിരിക്കുന്നത് കേട്ടോ.
അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ ഒരുവിധം ഇവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ ചവിട്ടി തുടച്ചെടുത്ത കേട്ടോ. നമ്മളോടാണോ കളി, നനഞ്ഞിറങ്ങിയാൽ കുളിച്ച് കയറണമെന്നല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇങ്ങനെ അങ്ങ് ചെയ്യാം. ഇനി ആ തുടപ്പ പണി തന്നെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കണ്ടേ. എന്തായാലും അടുക്കള ഫുള്ള് തുടപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കുറച്ച് ചാക്കും ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്ന് നിവർത്തി കറക്റ്റായിട്ട് തന്നെ മാറ്റൊക്കെ കറക്റ്റായിട്ടൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ബാക്കിയുള്ളിടം എന്ന് പറഞ്ഞാൽ തൂക്കണമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ തുടയ്ക്കുന്നത് വേറൊരു ദിവസത്തേക്ക് എടുക്കാം, വേറൊരു തുടപ്പ് വാങ്ങിച്ചിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇരുന്ന് തുടയ്ക്കാൻ വയ്യാത്തത് കൊണ്ടാണ്, പുറം വേദന കൊണ്ട്. അങ്ങനെ പിന്നെ റൂമിനകവും എല്ലായിടവും തൂത്തുവാരിക്കൊണ്ട് വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് തൂത്തുവാരിയപ്പോഴും നമ്മുടെ കുറുമ്പി വന്നില്ല. അവൾ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലിക്ക് വലിയ തടസ്സമൊന്നുമില്ലായിരുന്നു. അവളുണ്ടെങ്കിൽ തൂപ്പും വാരമൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് നടക്കത്തില്ല. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ലൈക്ക് അടിക്കുകയും കൂടെ ചെയ്യണം. ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം, നല്ല നല്ല വിശേഷങ്ങളുമായിട്ടും കാണാം. അതുവരേക്കും ടാറ്റാ.